ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വോയിസ് ചെയ്യുന്നത് കാരണത്തിരുന്ന് നമ്മൾ കല്യാണത്തിന് പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വോയിസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചേട്ടന്റെ കല്യാണമാണ്. അതിനപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒന്ന് സ്പാ ഒക്കെ ചെയ്തു. നമ്മുടെ ഒരു ചേച്ചിയുടെ ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നു. പിന്നെ അതേ നമ്മൾ ഇടക്കുളങ്ങര വന്ന് കുഞ്ഞാണ്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ദച്ചാപ്പും ഉണ്ടായിരുന്നു. അവളുമായിട്ടും കുറേ നേരം ഇരുന്ന് കളിച്ചു. അങ്ങനെ നമ്മുടെ ഇടക്കുളങ്ങരയിലെ ശ്യാം ചേട്ടന്റെ കല്യാണമാണ്. മൂത്താള് താണ്ട ഒരു പറ വരുന്നതിന് അടിപൊളിയായിട്ട് ഒരുങ്ങി സെറ്റായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അഭിചേച്ചിയുണ്ട്, മാമിയുണ്ട്, അതുപോലെ തന്നെ രമ്യ ചേച്ചിയുടെ മക്കളുണ്ട്, നമ്മുടെ ദച്ചിക്കുഞ്ഞുണ്ട്, എല്ലാവരും ഉണ്ട്. അവളാണെങ്കിൽ അവിടെ ഫുൾ ഓടി നടന്ന് ബഹളമൊക്കെ ആയിരുന്നു. കാരണം കുഞ്ഞി പിള്ളേരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അവള് നല്ല രസമായിരുന്നു. പിന്നെ അതാണ്ടേ അമ്മുമ്മയും മോളും കൂടെ ഫുൾ ടൈം ഇപ്പൊ ചിരിയും ബഹളമൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ ഇതിൽ ചിരിക്കുന്നതാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എല്ലാവരും കണ്ടപ്പോഴും എന്തായാലും ചിരിക്കുന്നുണ്ടായിരുന്നു. ശരത്തണ്ണൻ്റെ അടുത്താണ് ചിരി ഫുള്ള്. പിന്നെ അപ്പുറത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. എല്ലാവരും പറയൊക്കെ ഇടാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു, കാരണം പറയൊക്കെ വരാൻ വേണ്ടി നല്ല ലേറ്റായി. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ചേച്ചിയുടെ കുഞ്ഞാണ്. ആള് നല്ല രസമുണ്ട്, ഏറ്റവും കുഞ്ഞാണ് അവള്. പിന്നെ അതെ പറ വന്നപ്പോൾ കൊട്ടൊക്കെ കണ്ടോട് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ദച്ചു. അങ്ങനെ പറ അവസാനം വന്നു. കുറെ ലേറ്റ് ആയെങ്കിലും പറ വന്നു. അങ്ങനെ നമ്മുടെ ജാനിപ്പെണ്ണ് പറയൊക്കെ ഇട്ട്. കുഞ്ഞിന്റെ പേര് ജാനി എന്നാണ്. അപ്പോൾ അവിടെ അവള് പറയൊക്കെ ഇട്ടു. പക്ഷെ കരഞ്ഞു നല്ലോണം ആള്. അങ്ങനെ കുറച്ചു നേരം പറയൊക്കെ നിന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറയെല്ലാം പോയി. പിന്നെ അതെ ഉത്തരവാദിത്തം എൻ്റെ കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. അവള് തൂക്കാനൊക്കെ ഇറങ്ങി. നമ്മൾ ഒരുപാട് ലേറ്റാണ് ഫുഡും കഴിച്ചു. നല്ല മീൻ കറിയും അച്ചാറൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു. പിന്നെ രമ്യ ചേച്ചി എല്ലാം അടുക്കി ഒതുക്കുവാണ് രാത്രി ആയപ്പോഴത്തേക്ക്. രാപ്പി ചേച്ചി രാത്രിയിലാണ് ഫുഡ് കഴിച്ചത്. കുഞ്ഞും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.